ഹലോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റോറേജ് റൂം ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. 6 സ്റ്റാക്കും 57 ചെസ്റ്റും പിന്നെ ഒരു സ്റ്റാക്കും 21 ഡാർക്ക് ഓക്ക് വുഡും പിന്നെ ഒരു സ്റ്റാക്കും 6 ഐറ്റം ഫ്രെയിമും പിന്നെ റോസ് ബുഷ് പിന്നെ പോയനി ഡെൻഡേലിയൺ പിന്നെ ലില്ലി ഓഫ് ദ വാലി പിന്നെ പോപ്പി ഒരു മൂന്നെണ്ണ മതിയാവും. ലിലാക്ക് പിന്നെ ഫ്ലവർ പോട്ടും പിന്നെ ഡെക്കറേറ്റഡ് പോട്ടും പിന്നെ പെയിൻറ്റിങ്ങും പിന്നെ മോസി സ്റ്റോൺ ബ്ലോക്കും പിന്നെ ഡാർക്ക് ഓക്ക് സ്ലാബും പിന്നെ ലാഡറും പിന്നെ ബ്ലാക്ക് സ്റ്റെയിൻഡ് ഗ്ലാസ് പെയിന് വേണമെങ്കിൽ ലീവ്സും കൂടി വെക്കാം. മാതിരി ഒരു വുഡ് തൊട്ട് മറ്റേ വുഡ് വരെ ഇങ്ങനെ എന്നിട്ട് ഇവിടെയൊക്കെ ചെയ്യാം. ഇതേമാതിരി ചെയ്യാം. ഇവിടെ ഫുള്ളാക്കുക. അതേമാതിരി ഇവിടെയൊക്കെ ഇതാക്കുക. സെക്കൻഡ് ലെയറും കൂടി ഇതാക്കുക. പിന്നെ തേർഡ് ലെയർ കൂടി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ബിൽഡ് ഉണ്ട്. ഇനി തേർഡ് ലെയർ കൂടി കംപ്ലീറ്റ് ആക്കുക. തേർഡ് ലെയർ കഴിഞ്ഞതിന് ശേഷം അവിടെ ഡാർക്ക് ഓക്ക് സ്ട്രിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ ശേഷം 2 ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇതാക്കാം. ഒരു 3 ബ്ലോക്ക് ഇത് വെക്കുക. അല്ല, ഇവിടെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ 2 ബ്ലോക്ക് ഇത് വെക്കാം. മോസി കോബിൾ സ്റ്റോൺ വെക്കുക. എന്നിട്ട് ഇതേപോലെ ഇവിടെ ഒരു മോസി കോബിൾ സ്റ്റോൺ വെച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുന്നുണ്ട് കാര്യം കുറച്ചുകൂടി ലുക്ക്. ഇനി ഇതൊക്കെ എന്താ സ്ട്രിപ്പ് ചെയ്യാം. ഇനി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ചെയ്ത മാതിരി തന്നെ 2 ബ്ലോക്ക് വെക്കുക. പിന്നെ ഇവിടെ ഒരു ഇത് വെക്കുക. പിന്നെ 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ 2 ബ്ലോക്ക് വെച്ച് 2 ബ്ലോക്ക് വെച്ച് ഇനി ഇവിടെ ഇത് തിരിച്ചിതാക്കുക. ഇവിടെ 2 ബ്ലോക്ക് ഇത് വെക്കുക. ഇവിടെ ഇത് വെക്കുക. ഇനി ഇവിടെ ഇത് വെക്കുക. പിന്നെ ഇതാക്കുക. രണ്ടും ഒരേമാതിരിയായി. ഇവിടെ ഇത് വെക്കുക. പിന്നെ അത് 2 വെക്കുക. ഇനി എല്ലാ ഭാഗത്തും ഇത് വെക്കുക. ലാഡേഴ്സ് വെക്കുക.
ഇനി ബാക്കിയുള്ളിടത്തേക്ക് വെക്കുക. ഒരു ബ്ലോക്കിൻ്റെ ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആക്കുക. ഇതേപോലെ ഈ ജസ്റ്റ് ഉള്ള ഭാഗമൊക്കെ കംപ്ലീറ്റ് ആക്കാം. ലാഡർ വരുന്നിടത്ത് വെക്കരുത്, പിന്നെ ബാക്കിയുള്ളിടത്തേക്ക് വെക്കാം. ഇത് കൊളായി ഇങ്ങനെയല്ല. രണ്ട് ബ്ലോക്ക് സാധാ ബ്ലോക്കിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ലാബ് വെക്കുന്നുണ്ട്. സ്ലാബ് ഏറ്റവും അടിയിലാക്കി വെച്ചാൽ അത് ഓപ്പൺ ആവില്ല. കുറച്ചുകൂടി മുകളിലാക്കി വെച്ചാൽ ഓപ്പൺ ആവും. ഇത് കൂടി വെച്ചാൽ പിന്നെ രണ്ട് ബ്ലോക്കാക്കി വെക്കരുത്. ഈ സൈഡിലൊക്കെ ഇതിൻ്റെ സ്ലാബുകളൊക്കെ മോസി സ്റ്റോൺ ബ്ലോക്കിൻ്റെ ഇത് വെക്കണ്ട. ലാഡറിൻ്റെ അടിയിലുള്ള ബ്ലോക്കൊക്കെ ഡയറക്റ്റ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ റിവേഴ്സാക്കി വെക്കുക. ഇവിടെ ഇതും വെക്കുക. പിന്നെ ഇവിടെ കോബിൾ സ്റ്റോണിൻ്റെ ഇതും മോസി സ്റ്റോൺ ബ്രിക്കും വെക്കുക. അതേപോലെ റിപ്പീറ്റ് കഴിഞ്ഞ് ലാഡർ ഇവിടെ ഇതാക്കുക. പിന്നെ അതിന് ശേഷം ഇത് വെച്ചതിൻ്റെ ശേഷം ഇവിടെയൊക്കെ ഇത് വെക്കുക. മോസി സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്ലാബുകൾ വെക്കുക. ഇത് ഐറ്റം ഫ്രെയിം വെക്കാനൊക്കെ വേണം. ഈ ലെവലിൽ തന്നെ കൊണ്ടുപോവുക. ഇത് ഇനി റിപ്പീറ്റ് ചെയ്യുക. ഈ ബ്ലോക്ക് പൊട്ടിക്കണം. ബാക്കിയുള്ളതൊക്കെ റിപ്പീറ്റ് ചെയ്യുക അതേമാതിരി തന്നെ. ഇനി ഇവിടെ 3 ബ്ലോക്ക് ഹൈറ്റിൽ ചെസ്റ്റുകളൊക്കെ ഇനി ഫുള്ള് ഈ റോ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത റോയും റിപ്പീറ്റ് ചെയ്യുക. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് ഇവിടെ ഇനി 2 കോളം ഈ റോ നേരെ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ഇവിടെ ഈ കോളം പിന്നെ അടുത്ത കോളം കൂടി ഇതാക്കുക. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക.
അപ്പുറത്തേക്കും കൂടി ഇതേപോലെ ഇതാക്കുക. ജസ്റ്റ് വെക്കുക. സ്പ്രൂസ് സ്ട്രിപ്പ് ചെയ്ത് വെക്കുക. ഇനി അത് അടി ചെയ്ത മാതിരി തന്നെ അത് ഇവിടെ ചെയ്യാം. ഇവിടെ 2 ഇത് വെക്കുക. പിന്നെ ഇവിടെ സ്റ്റോൺ ബ്രിക്ക് വെക്കുക. മോസി സ്റ്റോൺ ബ്രിക്ക്. ഇവിടെ ഇത് വെച്ചതിൻ്റെ ശേഷം സ്ട്രൈപ്പ് ചെയ്യുക. ആദ്യത്തെ സൈഡിൽ കുറേ കംപ്ലീറ്റ് ആയിക്കണേ. ബാക്കിയുള്ള സൈഡിൽ തീരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഓക്കിൻ്റെ സ്ലാബ് വെക്കുക. വെക്കുക. രണ്ട് സ്റ്റേഴ്സ് ആക്കാൻ നോക്കുക. ഇവിടെ ടോർച്ചിൻ്റെ പകരം നമുക്ക് ലാൻഡേൺ ആക്കാം. അത് കുറച്ചുകൂടി ഒരു ഡെക്കറേറ്റീവ് ആയിരിക്കും. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. ഇനി ഈ സൈഡിൽ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റിക്കണ്. ഇവിടുത്തെ ഇത് പൊട്ടി. ഇത് പൊട്ടിക്കണം. പിന്നെ ഇവിടെ ഇതൊക്കെ സ്ട്രിപ്പ് ചെയ്യുക. പിന്നെ അതേമാതിരി ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഇതൊക്കെ സ്ട്രിപ്പ് ചെയ്യുക. ഇവിടെ സ്ട്രിപ്പ് ചെയ്യുക. എന്നിട്ട് ലാഡർ വെക്കുക. ഈ സൈഡിൽ ലാഡർ വെക്കുക. ഇനി
ഇനി ചെയ്യേണ്ട ഏതെങ്കിലും മിഡിലുള്ള ബ്ലോക്കിൻ്റെ ഇത് വെക്കുക, എന്നിട്ട് അവിടെ ലാൻഡേൺ വെക്കുക, ഇവിടെ പെയിൻറ്റിങ് വെക്കുക. ടോർച്ച് വെക്കുന്നതിന് പകരം പെയിൻറ്റിങ് വെച്ചാൽ കുറച്ചുകൂടി ഇതാവും. ഒരു ഇത് ഫ്ലവറും കൂടി വെക്കുക. പിന്നെ ഈ ലൈറ്റ് കുറവുള്ളിടത്ത് പിന്നെ ലാൻഡേൺ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ലാൻഡേൺ വെക്കുക. ഒരു ഇതിൽ വെക്കണമെന്നൊന്നുമില്ല. ഇനി ഇവിടെയും പെയിൻറ്റിങ് വെക്കുക. ഇനി വേറെ ഫ്ലവർ വെക്കുക. ഇവിടെ ഇത് വെക്കുക, ഡെക്കറേറ്റഡ് പോട്ട് വെക്കുക. പിന്നെ ഇതിൽ 2 ഫ്ലവർ വെക്കാൻ, 2 ബ്ലോക്കുള്ള ഫ്ലവർ വെക്കാൻ പറ്റുള്ളൂ. ഡെക്കറേറ്റഡ് ബ്ലോക്ക് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ കുറച്ച് കുറവാണ്, നമുക്കിവിടെ ഒരു ലാൻഡേൺ വെക്കാം. ഇത് വെക്കാം. പിന്നെ എന്നിട്ട് ഇവിടെ ഒരു ഇത് ഡാർക്ക് ഓക്കിൻ്റെ സാപ്ലിങ് വെക്കുക. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിങ് വെക്കുക. അവിടെ ഇല്ല, ഇങ്ങനെയല്ല, ചെറുതായിട്ട് തെറ്റിക്കണം. അങ്ങനെ വെക്കുക. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് ഈ സൈഡിലൊരു ഓക്ക് സാപ്ലിങ്ങിൻ്റെ ഇത് വെക്കുക. അതിന് ശേഷം പിന്നെ ഇവിടെ ഒരു ഈ ടോർച്ചിന് പകരം ഇവിടെ ഒരു ഇത് വെക്കുക, ലാൻഡേൺ വെക്കുക. പിന്നെ ഈ സൈഡിലൊരു ലാൻഡേൺ വെക്കുക. പിന്നെ ഇവിടെ ഒരു ഇത് വെക്കുക, ഒരു ഫ്ലവർ പോട്ട് വെച്ചതിന് ശേഷം അവിടെ ഡെൻഡലിയം വെക്കുക. ഇവിടെ ഇത്ര വലിപ്പമുള്ള വെക്കണ്ട, കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞത് വെക്കുക. ഇവിടെ വെക്കുക. ഇവിടെ ലാൻഡേൺ വെക്കണ്ട, അപ്പുറത്തെ സൈഡിൽ വെക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നോളൂ, ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ മറന്നോളൂ, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോളൂ, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ഇത് വെക്കുക. ഇതിൻ്റെ ശേഷം ഇവിടെ ഒരു ഡെക്കറേറ്റഡ് പൂട്ട് വെക്കുക. ഇവിടെ ഒരു ഡാർക്ക് ഓക്കിൻ്റെ ലീവ്സ് വെക്കുക. ഇവിടെ ഒരു ലാൻഡേൺ വെക്കുക.
പെയിൻറ്റിങ് വെക്കുക. അതിനോട് തന്നെ ഒരു ഇത് വെക്കുക, ഒരു ബാരൽ വെക്കുക. പിന്നെ ഈ ഒരു ബ്ലോക്ക് വിട്ടുകൊടുത്തേക്ക് ഒരു ബാരൽ വെക്കുക. അങ്ങനെ വെച്ച് പോവുക. ഇവിടെ വേണ്ട. പിന്നെ ഇവിടെ ഒരു ബാരൽ വെക്കുക. അതിൻ്റെ മുകളിൽ ഇത് വെക്കാൻ പറ്റുമോ നോക്കാം, പോട്ട് വെക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ലില്ലി ഓഫ് ദി വാലി വെക്കുക പോട്ടിൻ്റെ മുകളിൽ. എന്നിട്ട് ഇവിടെ പെയിൻറ്റിങ് വെക്കുക. പോട്ട് വെക്കുക. അതിൻ്റെ മുകളിലൊരു ഓക്ക് ലീവ്സ് വെക്കുക. പിന്നെ ഇവിടെ ഒരു ലാൻഡേൺ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഇതും കൂടി പെയിൻറ്റിങ് വെക്കുക. പിന്നെ ഇവിടെ ഒരു ബാരലറ്റ് വെക്കുക. അതിൻ്റെ സൈഡിലായിട്ടൊരു പോട്ട് വെച്ചിട്ടുണ്ട്. പോട്ട് വെച്ചതിന് ശേഷം ഇവിടെ സ്പ്രൂസിൻ്റെ ഇത് വെക്കുക, ലീവ്സ് വെക്കുക. ശേഷം ഇവിടെ ഒരു പോട്ടിൽ സീഡ് ബെറീസ് വെക്കുക. ഇതിൽ സീഡ് ബെറി വെക്കാൻ പറ്റില്ല, നമുക്ക് അതുകൊണ്ട് വേറെ വെക്കാം. ഒരു ഓക്ക് സാപ്ലിങ് വെക്കാം. ഓക്ക് സാപ്ലിങ്ങിന് ഒരു സ്പ്രൂസ് സാപ്ലിങ് ആകുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിക്കോളും. ഇവിടെ രണ്ട് ഓക്ക് സാപ്ലിങ്, ഡാർക്ക് ഓക്ക് സാപ്ലിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പ്രൂസ് സാപ്ലിങ് ആക്കാം. ഇതിൽ സീഡ് ബെറി വെക്കാൻ പറ്റില്ല, നമുക്ക് അതുകൊണ്ട് വേറെ വെക്കാം. ഒരു ഓക്ക് സാപ്ലിങ് വെക്കാം. ഓക്ക് സാപ്ലിങ്ങിന് ഒരു സ്പ്രൂസ് സാപ്ലിങ് ആകുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിക്കോളും. ഇവിടെ രണ്ട് ഓക്ക് സാപ്ലിങ്, ഡാർക്ക് ഓക്ക് സാപ്ലിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പ്രൂസ് സാപ്ലിങ് ആക്കാം. അതായത് ഈ ചെസ്റ്റിൻ്റെ ഇടക്കുള്ള ബ്ലോക്കിൻ്റെ ഇടയിൽ ലൈറ്റ് കുറവുണ്ടെങ്കിൽ അവിടെ ലാൻഡേൺ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇടക്ക് പെയിൻറ്റിങ് വെക്കുക. നമുക്ക് ചെയ്യാം. ഈ ഇതൊക്കെ ടെമ്പററി ആയിട്ട് വെക്കുന്നതാണ്. അത് കുറച്ച് ഞാൻ പൊട്ടിക്കും. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ലാൻഡേൺ വെക്കുക. അതിൻ്റെ ഇടക്ക് പെയിൻറ്റിങ് വെക്കുക.
ലാൻഡേൺ വെച്ചിൻ്റെ അവിടെ ഇവിടെ പെയിൻറ്റിങ് വെക്കുക. അത് മറക്കാൻ എന്തെങ്കിലും പറ്റുമോ നോക്കുക. ട്രാപ്പ് ഡോർ വെക്കാൻ പറ്റുമോ നോക്കുക. ഡോർ വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ ലാൻഡേൺ വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ലൈറ്റ് കുറഞ്ഞോടത്തൊക്കെ അങ്ങനെ വെക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. അടി ചെയ്ത മാതിരി അടുത്ത സെക്കൻഡ് ലെയറിലും അതേമാതിരി ചെയ്യുക. ഒരു ലാൻഡേൺ വെച്ച് അതിൻ്റെ അവിടെ ഇതാക്കുക. ചെറുതായിട്ടൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ ബാരൽ വെച്ച് കാണുന്നു. പിന്നെ ഈ സൈഡിൽ ഒരു ഇവിടെ ഇതിൻ്റെ വെക്കുക. ഈ ക്ലേ പോട്ട് നമുക്ക് സ്റ്റോറേജ് ആക്കി ഉപയോഗിക്കാം. ഇവിടെ ഓക്കിൻ്റെ വെക്കുക. പെയിന്റ് പൊട്ടിക്കരുത്. പെയിന്റിങ് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ഇതിൽ ഇവിടെ പൊട്ടിച്ച് കാണുന്ന ഒരു ഹൈറ്റുള്ള പ്ലാന്റ് വെക്കുക. ഈ സൈഡിൽ ഈ സ്റ്റോൺ ബ്രിക്കിൻ്റെ അവിടെ ഒരു ടോൾ ബ്ലോക്ക് വെക്കുക. ടോൾ പ്ലാന്റ് വെക്കുക. ഇവിടെ ലിലാക്ക് വെക്കുക. ഒരു ചെറിയ പെയിന്റിങ് വെക്കുക. ഇതിൻ്റെ ബാക്കിലൊരു ലാൻഡേൺ വെച്ചാണ്. ഇത് തേർഡ് ഗോളാണ്. ഇവിടെ അത്രയും മോഡിഫിക്കേഷൻ ഉള്ളൂ. ഇനി രണ്ടാമത്തെ റോയിൽ ഇവിടുത്തെ ഈ സൈഡുകളിലൊക്കെ ബ്ലോക്ക് മാറ്റിച്ചാണ് ലാൻഡേൺ വെച്ചാണ് പെയിൻറ്റിങ് വെക്കുക. ഇതേമാതിരി അടുത്ത റോല് ചെയ്യുക. സെക്കൻഡ് കോളത്തിലെ ഇവിടെയൊക്കെ ഇത് വെക്കുക. ഐറ്റം ഫ്രെയിം വെക്കുക. ഇവിടെ എല്ലായിടത്തും വെക്കുക. പിന്നെ അടുത്ത സെക്കൻഡ് കോളത്തിലെ എല്ലാ റോസിലും വെക്കുക. That's all about this video. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ഗ്ലാസ് വെച്ച് ഇതാക്കുക.
ഇതിൻ്റെ ഇവിടെ വെക്കണ്ട. ഇങ്ങനെ സിൽക്ക് ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലാസ് തിരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗ്ലാസ് തിരിച്ചിട്ടില്ല. ഇത് അടുത്ത ദിമ കൂടി ഇതാക്കുക. ഇനി അടുത്ത ലെയർ കൂടി ഇത് കംപ്ലീറ്റ് ആക്കുക. ഇനി ഈ സൈഡിൽ കൂടി വെക്കുക, ഇതിന് മുകളിൽ കൂടി ആക്കി വെക്കുക. സ്റ്റെയിൻഡ് ഗ്ലാസ്സാണ് വെക്കേണ്ടത്. ഇവിടെ എല്ലായിടത്തും വെക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നോല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നോല് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോല് സബ്സ്ക്രൈബും ചെയ്യുക. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക. ഇനി ഈ പെയിൻ്റ് ഒന്നുകൂടി വെക്കണം. ഇനി ഇതൊന്ന് പൊട്ടിക്കേണ്ടി വരും. ഈ ഗ്ലാസ് ഇനി ഫുള്ളാക്കി വെക്കുക. അത്രേ ഉള്ളൂ ഈ വീഡിയോ. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. Until we see you next time. വെക്കുക. അത്രേ ഉള്ളൂ.